നമസ്കാരം. ഗണപതി ഭഗവാനും കറുകപ്പുല്ലും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്തുകൊണ്ടാണ് കറുകപ്പുല്ല് ഹൈന്ദവ പൂജകളിൽ പ്രധാനമായത്? ഗണപതി പൂജയ്ക്ക് പ്രത്യേകിച്ച് കറുകപ്പുല്ല് വളരെ പ്രധാനമാണ്. കറുകപ്പുല്ല് പ്രധാനമായി 3 ശക്തികളെ വഹിക്കുന്നു: ശിവൻ, ശക്തി, ഗണേശൻ. പൂവില്ലാത്ത കറുകയാണ് പൂജയ്ക്ക് എടുക്കാറ്. കറുക പൂജകൾക്ക് പ്രധാനമായതിനു പുറകിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ അനലാസുരൻ സ്വർഗത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി. ഈ അസുരൻ്റെ കണ്ണിൽ നിന്നും പ്രവഹിച്ച തീയിൽ പെടുന്ന എല്ലാം ചാമ്പലായി. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ദേവന്മാർ ഗണപതിയെ അഭയം പ്രാപിച്ചു. ഗണപതി അസുരനുമായി യുദ്ധം ചെയ്ത് തൻ്റെ വിരാട രൂപം പുറത്തെടുത്ത് ഗണപതി അസുരനെ വിഴുങ്ങി. എന്നാൽ അസുരൻ്റെ തീ ഗണപതിയുടെ വയറ്റിൽ ചുറ്റും അസ്വസ്ഥതകളുണ്ടാക്കി. ഗണപതിയുടെ ദേഹം മുഴുവൻ ചൂടനുഭവപ്പെട്ടു. ഇതിൽ നിന്നും സംരക്ഷണം നൽകാനായി ചന്ദ്രൻ ഗണപതിക്ക് തണലായി തലയ്ക്കുമീതെ നിൽക്കുകയും ശിവൻ വയറ്റിനു ചുറ്റും ആശ്വാസം നൽകുവാനായി തൻ്റെ പാമ്പിനെ നൽകുകയും ചെയ്തു. ഇതുകൊണ്ടൊന്നും ഗണപതിക്ക് ആശ്വാസം ലഭിച്ചില്ല. അവസാനം പല ദിക്കുകളിൽ നിന്നും മഹർഷിമാർ വന്ന് 21 കറുകപ്പുല്ലുകൾ നൽകി. ഇതോടെ ചൂടിൽ നിന്നും ഗണപതി ഭഗവാന് ആശ്വാസം ലഭിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് കറുക കൊണ്ട് പൂജിക്കുന്നതിനായി താൻ പ്രസന്നമാകുമെന്ന് ഗണപതി അനുഗ്രഹം നൽകി. 21 കറുക കൊണ്ടുള്ള പൂജയാണ് ഏറ്റവും മികച്ചത്. ഇത് ഒരുമിച്ച് കെട്ടി വെള്ളത്തിൽ മുക്കി ശുദ്ധമാക്കി ഗണപതിയെ പൂജിക്കുന്നത് ഗണപതിയുടെ കാൽക്കൽ നിന്നും തുടങ്ങി കഴുത്തറ്റം കറുക കൊണ്ട് മൂടുന്നതും ഏറ്റവും വിശിഷ്ടമായി കരുതുന്നു. ഗണപതി ഭഗവാന് 12 ദിവസം 21 കറുക കൊണ്ട് മാല കെട്ടി സമർപ്പിക്കുന്നതും എല്ലാ ദിവസവും 21 കറുക വീതം സമർപ്പിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമാണ്. ഗണപതിയുടെ പ്രീതിയുണ്ടെങ്കിൽ എല്ലാ വിഘ്നങ്ങൾക്കും അറുതി വരികയും എല്ലാ കാര്യങ്ങളും സർവ്വവിജയത്തിൽ എത്തുകയും ചെയ്തു. ആയതിനാൽ കറുക കൊണ്ട് ഗണപതിയെ പൂജിക്കാൻ ആരും മറക്കണ്ട. ഗണപതി ഹോമത്തിന് കറുക പ്രധാനമാണ്. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഓം വിഘ്നേശ്വരായ നമഃ.